എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? ക്യാ ഹേ തുമാരാ പ്ലാൻ? ആ പെണ്ണിനെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുവതലമുറ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഞാൻ 2 ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വൈകുന്നേരം അയക്കാം. മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പോട്ടെ, അതോട് നീ വിഷമിക്കണം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? നീ ആ പ്രഭാകരനെ കണ്ടൊരു വിസ ശരിയാക്കാൻ നോക്കും. ഗൾഫിൽ പോകാനാ പിന്നെ കക്കൂസി പോകാനാണോ വിസ? വീക്കില് എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. അക്കൗണ്ട് വഴിയാണ്. എന്റെ കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എമൗണ്ട് അല്ല, ഇത്ര വരെ വെയിറ്റ് ചെയ്തില്ലേ. ഇനി കുറച്ച് ദിവസം കൂടെ, 4 ദിവസം കൂടെ. എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു അവൾ ദിവസം കൂടെ പറയും ബ്രോ, കംപ്ലീറ്റ് തീരെ. ಒಟ್ಟಾರೆ ಸಂಭವ ಮುಲ್ಲೆ ಮುಲ್ಲರ್ಕಡಿ ಮುತ್ತಾರಮ್ಮ ಎಂಗೂರಿ ಒಟ್ಟಾರೆ ಸುರ್ಕಿ ಪಯಮ್ಮ ವಟ್ಟಿಕಲ ಮಾಟಿಯಮ್ಮ ಸೋಮಾಂಟ ಪಯಮ್ಮ ಎಂಗೂರಿ ಅಣ್ಣಾಂಡಿ ಉಣ್ಣಾಂಡಿ ಗುಣ್ಣಾಂಡಿ. It was at this moment that he knew he fucked up. വേണ്ടെന്ന് വിചാരിക്കാം. എല്ലാം കൂടെ പ്രായമുള്ള മനുഷ്യനല്ലേ, അങ്ങനെ വിളിച്ചോട്ടെ. പണിയും തന്ന് അവരങ്ങ് പോവാന്ന് വിചാരിച്ചു. എനിക്കിട്ട് പണി തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിട്ട് പണിയും. അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് ആധാരം പണയപ്പെടുത്തി 3 ലക്ഷം രൂപ വായ്പ എടുത്തിരിക്കുകയല്ലേ. ആ അധികാരത്തില് അദ്ദേഹത്തിന് ആരെ വേണേലും എടാന്നോ നീയോ എന്നൊക്കെ വിളിക്കാം. അതൊക്കെ ബാങ്കിന്റെ നിയമത്തിലുള്ളതാ. അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ വിളിച്ചോടാ.